ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ചും ശ്രീഹരി കഴിക്കാനിരിക്കുന്ന സമയത്ത് വളരെ മോശമായിട്ടൊക്കെ പൂർണ്ണിമയും ഋതുവൊക്കെ സംസാരിക്കുന്നുണ്ട്. ശ്രീഹരി കഴിക്കാതെ പകുതിക്ക് വെച്ചിട്ട് എഴുന്നേറ്റ് പോവാണ്. ശേഷം ആ പ്ലേറ്റൊക്കെ നമ്മുടെ അച്ചു കഴുകാൻ പോകുമ്പോഴേക്കും നമ്മുടെ ബേബി ചേച്ചി ഇത് വാങ്ങിക്കുന്നുണ്ട്. ശേഷം അച്ചുവിനോട് പൂർണ്ണിമ പറയുന്നുണ്ടെങ്കിൽ നിന്നോടൊരു കാര്യം പറയേണ്ടതെന്ന് പറയുകയാണ്. അപ്പോൾ അച്ചുവിൻ്റെ കൂടെ ശ്രീഹരി ഉണ്ടാവും. അപ്പോൾ പൂർണ്ണിമ പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് മാത്രമാണ് പറയാനുള്ളത്, കൂടെയുള്ള ആൾക്കാർക്കൊക്കെ പോകാൻ പറ എന്ന് പറയുമ്പോൾ അച്ചു ഞാൻ പുറത്ത് നിൽക്കാമെന്ന് പറയുമ്പോൾ വേണ്ട, ശ്രീഹരി കേൾക്കാൻ പാടുള്ള കാര്യം മാത്രം എന്നോട് പറഞ്ഞാൽ മതി, ശ്രീഹരി കൂടുതലാതെ പറയാനുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയണമെന്ന് ആവശ്യമില്ല അമ്മേ എന്ന് പറയുമ്പോൾ ശ്രീഹരി പറയണ്ട, വേണ്ട, നിങ്ങൾ അമ്മയും മോളും സംസാരിക്കുന്നത് പുറത്ത് നിൽക്കാന്നുകൊണ്ട് പുറത്തേക്ക് പോവാണ്. ശേഷം അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താ എന്താ അമ്മക്ക് പറയാനുള്ളത്, നോക്ക് നീയും അവനും കല്യാണം കഴിഞ്ഞു, അതൊക്കെ തന്നെ ശരിതാ, പക്ഷേ നിന്റെ അവൻ്റെ ബന്ധം ഒരിക്കലും ഞങ്ങൾ സ്വീകരിക്കില്ല. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ആ ബന്ധം വേർപെടുത്തണം. അമ്മ എന്തൊക്കെയാണ് പറയണത്, എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി ഉണ്ടല്ലോ, അത് ശ്രീഹരി കെട്ടിയ താലിയാണ്, എനിക്ക് ശ്രീഹരിനെ ഇഷ്ടമാണ് അമ്മേ, അതുകൊണ്ട് ഞാൻ എന്തിനാ ശ്രീഹരിനെ തള്ളിക്കളയണം, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലമ്മേ. ഒരു പ്രായം വരെ അച്ഛനും അമ്മയും നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവും കുട്ടികളും നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ, അമ്മ തന്നെയല്ലേ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ശ്രീഹരിനെ ഉപേക്ഷിക്കാനൊന്നും എനിക്ക് പറ്റില്ല അമ്മേ എന്ന് പറയുമ്പോഴേക്കും ഋതു എടുത്ത് വായിക്ക് പറയണ്ടോ, ഓഹോ അപ്പം നീ അമ്മേനെ ധിക്കരിക്കുവാണല്ലേ, ഇതുപോലത്തെ ഒരു പന്തൽ പണിക്കാരെ കല്യാണം കഴിച്ച് നടക്കാട്ട് നിനക്ക് നാണൂലേടി, മിണ്ടരുത്, ഞാൻ എൻ്റെ അമ്മയുടെ അടുത്താണ് സംസാരിക്കുന്നത്, തലയിരിക്കുമ്പോഴേ വാലാടാൻ നിൽക്കണ്ട എന്നൊക്കെ അച്ചു പറയാണ്. ശേഷം അച്ചു പറയണ്ട, സോറി അമ്മ, എനിക്ക് ശ്രീഹരിനെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, കാരണം ശ്രീഹരിയുടെ ഭാര്യയാണിപ്പോൾ എന്ന് പറയണം, നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചു പോകുന്നുണ്ട്. ശേഷം അച്ചു റൂമിലേക്ക് എത്തിയിട്ട് ബെഡ്ഷീറ്റും തലേണയൊക്കെ ശരിയാക്കാട്ടോ, അച്ഛനെ നോക്കിക്കൊണ്ട് തന്നെ ഹരി നിൽക്കുന്നുണ്ട്. ഹരി പറയുന്നുണ്ട്, ഇന്നലെ രാത്രി തന്നോട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയാൽ സോറി കേട്ടോ. എന്തിൻ്റെ സോറി അല്ല, ഞാൻ ചില സമയത്ത് ചോദിക്കും ഞാൻ അങ്ങനെ പറഞ്ഞത് ശരിയാണ്, ചിലപ്പോഴേക്കും തെറ്റാണെന്ന്. അതിനുശേഷം കാണിക്കണത് ഇന്നലത്തെ ആദ്യ രാത്രി ശരിക്കും അവിടെ എന്ത് സംഭവിച്ചാണ് കേട്ടോ കാണിക്കണത്. ഇന്നലെ ആദ്യ രാത്രി സമയത്ത് അച്ചു ലൈറ്റ് ഓഫ് ചെയ്യണമെന്ന് മാത്രമേ കാണിച്ചുള്ളൂ. അതിനുശേഷം ഹരി പെട്ടെന്ന് എഴുന്നേറ്റ് ലൈറ്റ് ഓൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, സോറി അച്ചു, എനിക്ക് ഈ കല്യാണം ശരിക്കും ഉൾക്കൊള്ളാൻ ഇതുവരെ സാധിച്ചിട്ടില്ല, അതുവരെ നമുക്ക് ഭാര്യബന്ധം ഭർത്താവ് ബന്ധം തുടരണ്ട, അതിന് കുറച്ച് സമയം കൊടുക്കാം, പിന്നെ താനും എടുത്തു ചാടി ഒരു തീരുമാനം എടുത്ത പോലെ എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, തൻ്റെ കഴുത്തിൽ ഇപ്പം ഞാൻ കെട്ടിയ താലിയില്ലേ, അത് നാളൊരു സമയത്ത് തനിക്കൊരു ഭാരമായി തോന്നിയാലോ, ഈ താലിയോ എനിക്കോ ഒരിക്കലുമില്ല. ശ്രീഹരി എന്താ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്, നിഖിലിൻ്റെ കയ്യിൽ നിന്ന് എന്നെ ശ്രീഹരിയാണ് രക്ഷിച്ചത്, അത് മാത്രമല്ല എനിക്ക് ശ്രീഹരിൻ്റെ അടുത്ത് ഇഷ്ടവും ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി കഴിയട്ടെ, വീട്ടുകാരൊക്കെ അംഗീകരിക്കട്ടെ, എന്നിട്ട് മാത്രം നമുക്ക് ജീവിതം തുടങ്ങിയാൽ മതി, അതുവരെ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് സ്നേഹത്തിൽ കഴിയുന്ന ആൾക്കാരായിട്ട് അഭിനയിക്കാമെന്ന് പറയാണ്. അപ്പോൾ അച്ചു പറയുന്നുണ്ട്, എനിക്ക് അഭിനയിക്കാമെന്ന് അറിയില്ല, ശ്രീഹരിക്ക് അങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ ശരി, എന്താ വെച്ചാൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, ശ്രീഹരിക്ക് സമയം വേണമെന്നുണ്ടെങ്കിൽ ശരി, ഞാൻ ശ്രീഹരി നിർബന്ധിക്കണമെന്നില്ല, ശ്രീഹരിക്ക് എപ്പം എൻ്റെ ഭാര്യയായിട്ട് ഫുള്ളായിട്ട് മനസ്സുകൊണ്ട് കൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നോ അപ്പം മാത്രം ജീവിതം തുടങ്ങിയാൽ മതി, കുഴപ്പമില്ലെന്ന് പറയണം. തനിക്ക് വിഷമമുണ്ടോ, കുഴപ്പമൊന്നുമില്ല ശ്രീഹരി എന്ന് അച്ചു പറയുന്നുണ്ട്. ശരിക്കും ആദ്യ രാത്രി ഇതാട്ടോ നടന്നത്. അതിനുശേഷം അച്ചു പറഞ്ഞു, എനിക്ക് സാരമില്ലെന്നല്ല ശ്രീഹരി, ശ്രീഹരിയുടെ കാര്യങ്ങളും അതുപോലെ ഭർത്താവിൻ്റെ മനസ്സും മനസ്സിലാക്കണതല്ല യഥാർത്ഥ ഭാര്യ എന്നൊക്കെ പറയാട്ടോ അച്ചു. അതിനുശേഷം പൂർണ്ണിമ റൂമിലിരിക്കുന്ന സമയത്ത് നമ്മുടെ പല്ലവി വരുന്നുണ്ട്. എന്താ അമ്മ ഇങ്ങനെ ഭക്ഷണവും കഴിക്കുന്നില്ല, അച്ചുവിനോട് മിണ്ടുന്നില്ല, നോക്ക് ആ നിഖിലൊരു ഫ്രോഡായിരുന്നു, അതുകൊണ്ടിട്ടല്ലേ അവന് നിന്നിട്ട് അവളെ രക്ഷിക്കലേ നമ്മൾ ചെയ്തത്, ഓക്കെ അതൊക്കെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അത് തെളിയിക്കണമായിരുന്നു, എന്നോട് എന്തെങ്കിലും വാക്ക് നിങ്ങൾ പറഞ്ഞു ഇല്ലല്ലോ, പിന്നെ ശ്രീഹരി അവൻ ആരുണ്ട്, ഞാൻ എൻ്റെ മോളെ കൊണ്ട് വലിയൊരു കുടുംബത്തെ കെട്ടിക്കാനാണ് ആഗ്രഹിച്ചത്, അമ്മ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ വലിയ കുടുംബം എന്ന് പറഞ്ഞ ആളെയാ എന്നെ പിടിച്ച് കെട്ടിച്ചത്, അയാളുടെ അതും നമ്മുടെ സെയിം ഇതും ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ജോലിയും കുടുംബക്കാരൊക്കെ മഹിമയൊക്കെ നോക്കിയിട്ട് എന്നെ കെട്ടിച്ചത്, എന്നിട്ട് എൻ്റെ ജീവിതം കണ്ടില്ലേ, നീ എന്നെ ഉപദേശിക്കൊന്നും വേണ്ട, ഞാനുള്ള കാര്യം പറഞ്ഞത്, എനിക്ക് ഈ ബന്ധം അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉറപ്പിച്ച് പറയാട്ടോ നമ്മുടെ പൂർണ്ണിമ പല്ലവി എടുത്ത്. പല്ലവിക്കാണെങ്കിൽ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ശേഷമാണെന്നുണ്ടെങ്കിൽ അവരങ്ങനെ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് കാണിക്കണത്. പക്ഷെ നാളെ നടക്കാൻ പോകുന്നത് വലിയൊരു ട്വിസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നിഖിലിൻ്റെ അമ്മയും അതുപോലെ തന്നെ പ്രതാപനൊക്കെ വരുവാണ്. നടക്കേണ്ടതൊക്കെ നടന്നു. ഇനി എന്തായാലും ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്ന് പറയണം. അപ്പോൾ പൂർണ്ണിമ ചോദിക്കട്ടെ, എന്താ അത് ചോദിക്കുമ്പോഴേക്കും എന്തായാലും നമുക്ക് രണ്ടു കൂട്ടർക്കും നാണക്കേടായി, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, എൻ്റെ മോൻ നിഖിലിന് ഇവിടുത്തെ ഋതുവിനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ സേതു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതൊരിക്കലും നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ പൂർണ്ണിമ പറയുന്നുണ്ട്, അതിന് നിൻ്റെ സമ്മതം ആർക്ക് വേണം, ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചിരിക്കുന്നു, നിഖിലിൻ്റെ ഋതുയുടെ വിവാഹം നമുക്ക് ഉടനെ തന്നെ നടത്താം എന്ന് പൂർണ്ണിമ സേതുവിനോടുള്ള വാശിയിൽ പറയാട്ടോ. എന്തായാലും ഋതുക്ക് നല്ലൊരു പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്.
ലോക ഫ്രോഡായിട്ടുള്ള നിഖിലിനെ തന്നെയാട്ടോ കല്യാണം കഴിക്കാൻ പോണത്. അങ്ങനെ ഋതു ശരിക്കും നിഖിലിനെ തന്നെ കല്യാണം കഴിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എങ്കിൽ മാത്രമേ ഋതുക്ക് തിരിച്ചടി കിട്ടുള്ളൂ. എന്തായാലും ഋതുവിന്റെ നിഖിലിന്റെ വിവാഹം ഉറപ്പിക്കുന്ന ഭാഗമാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ല അടിപൊളി ഭാഗങ്ങൾ തന്നെയായിരിക്കും ഇനി വരാൻ പോണത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.